ഇന്ന് മാതൃഭൂമി പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഒരാൾ വ്യക്തി കുഴഞ്ഞു വീണു പെട്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് CPR നൽകി രക്ഷിച്ച നേഴ്സ് സിനിമോളുടെ വാർത്ത. അപ്പം മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് വിളിച്ച് ഒരു അനുമോദനമൊക്കെ അറിയിച്ചു. അപ്പം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് എന്തൊക്കെ വേണം, ജനങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ അത് അഭിനന്ദിക്കാൻ ഒക്കെ മുന്നിട്ടിറങ്ങുന്ന ഒരു മന്ത്രിസഭയായി മാറുകയാണ് നമ്മുടെ VD സതീശൻ മന്ത്രിസഭ. അല്ല, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഭരണാധികാരി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളായി നമ്മൾ കാണാം. നമ്മൾ ഈ സിനിമോൾ ചെയ്ത കാര്യം വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. കാരണം അവർ പുനലൂർ ആശുപത്രിയിലെ ഒരു നഴ്സിംഗ് ഓഫീസറാണ്. തികച്ചും സ്വകാര്യമായി ഭർത്താവിനൊപ്പം സഞ്ചരിക്കുന്നു. അതിനിടയിൽ മകളുമായി പോകുന്ന ഒരു യുവാവ് കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ ഒരു നേഴ്സാണ് എന്നുള്ള അനുഭവം, ആ അനുഭവം കൊണ്ട് തന്നെ ആ രോഗിയായ ആളിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് സിനിമോൾ ചെയ്തത്. അന്നേരം പൾസ് കിട്ടുന്നില്ല. ഒരു നേഴ്സ് എന്താണോ ചെയ്യേണ്ടത്, പ്രാഥമികമായി ചെയ്യേണ്ട എല്ലാ രക്ഷാപ്രവർത്തനം CPR അടക്കം കൊടുക്കുന്നു. ആ ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. സിനിമോളോട് സംസാരിച്ചു. സിനിമോൾ പറഞ്ഞു അതൊരു സ്വാഭാവികമായ കാര്യം മാത്രമാണെന്ന്. കാരണം നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെല്ലാം അങ്ങനെ പറയുള്ളൂ. അവരുടെ ജോലിയാണ് ഒരു ജീവൻ രക്ഷിക്കേണ്ടത്. അപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഓടിയെത്തുകയും അവർക്ക് ജീവൻ തിരിച്ചു നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അത് ഞാൻ വളരെ ധൈര്യത്തോടെയാണ് ചെയ്തത്. എനിക്ക് ആരുമില്ലെങ്കിലും ഇത് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഒരു വിശ്വാസം ഉണ്ടെന്നുമാണ് സിനി പറഞ്ഞത്. പക്ഷെ സിനിമകളെ ഞെട്ടിച്ചു കളഞ്ഞത് ഈ വാർത്ത അറിഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് വിളിച്ചപ്പോഴാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിളിയോ ഒരു കോളോ അല്ല. കാരണം സ്വന്തം ഉത്തരവാദിത്തം മാത്രം ചെയ്തു, ദൈവം എന്നിലൂടെ അയാൾക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു എന്ന് മാത്രം വിശ്വസിച്ചിരുന്ന ആളുടെ അടുത്തേക്കാണ് മുഖ്യമന്ത്രിയുടെ ഒരു കോൾ എത്തുന്നത്. ഏകദേശം 6 മിനിറ്റോളമാണ് മുഖ്യമന്ത്രി ഈ സിനിമകളോട് സംസാരിച്ചത്. അതിലെല്ലാം അഭിനന്ദിക്കുക എന്നതിൻ്റെ അപ്പുറം ഇത്തരം കാര്യങ്ങൾ തുടർന്നും ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു സമൂഹത്തിന് മാതൃകയാണ്. ഈ രീതിയിലാണ് ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് സിനിമകളോട് നൽകിയത്. സിനിമകൾ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ CPR കൊടുത്ത അയാളുടെ ജീവൻ രക്ഷിച്ചപ്പോൾ ഒരു പേടിയോ ഒന്നും തോന്നിയില്ല. മുഖ്യമന്ത്രിയുടെ കോള് വന്നപ്പോൾ വിറച്ചിട്ട് സംസാരിക്കാൻ പറ്റാതെ ആയിപ്പോന്ന. കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു മുഖ്യമന്ത്രി ഈ ഒരു വാർത്ത കണ്ട് നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുമെന്ന് പറഞ്ഞില്ല. പറഞ്ഞിട്ട് ഈ നാടിന് ചേരുന്ന ഭരണാധികാരികൾ വരുമ്പോൾ ഈ മാറ്റം ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് കേരളമായിരിക്കുന്നത് എന്നതിന് ഉത്തരമാണ് സിനിമകളുടെ പ്രവൃത്തി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നാട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക, അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പങ്കിടുക, അല്ലെങ്കിൽ നാടിന് മാതൃകയായ ഒരു പ്രവൃത്തി ആരെങ്കിലും നിന്നുണ്ടായാൽ അവരെ വിളിച്ചൊന്ന് അഭിനന്ദിച്ചാൽ മാത്രം മതി. അതാണ്. കാരണം ഈ സിനിമകളുടെ അനുഭവം എന്ന് പറയുന്നത് ഇനി ഒരാളുടെ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും തോന്നും സിനിമകൾ ചെയ്തതുപോലെ ചെയ്യണം എങ്കിൽ ഞങ്ങൾക്ക് ഒരു അംഗീകാരം ഉണ്ടാവും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു സന്ദേശം കൂടെയാണ്. മുഖ്യമന്ത്രിയുടെ ചിലപ്പോൾ ഒരു 6 മിനിറ്റുള്ള ഒരു ഫോൺ കോൾ ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് പ്രധാനം. അതൊരു ഭരണാധികാരിയിൽ നിന്നുണ്ടാവേണ്ടതാണ്. അത് മുഖ്യമന്ത്രി VD സതീശനിൽ നിന്നുണ്ടായതിൽ വളരെയധികം അദ്ദേഹം അഭിനന്ദനം അർപ്പിക്കുന്നു. ഇത്തരം ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുക, സിനിമകളുടെ നമ്പർ തിരഞ്ഞെടുത്ത് ചികഞ്ഞ് കണ്ടെത്തി നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുക, വളരെ അഭിനന്ദനാർഹം, സ്വീകാര്യമായ കാര്യം. ഇങ്ങനെയാവണം ഒരു ഭരണാധികാരി ആവേണ്ടത്. ഇപ്പം 2-3 ദിവസം ആയതേ ഉള്ളൂ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായിട്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആശാസമരത്തിൽ ശമ്പളം കൂട്ടിയത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമ ഈ വിഷയം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചില്ലായിരുന്നെങ്കിലും അതാരും അറിയാനോ ഒന്നും, ആരും അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാകാനോ ഒന്നും പോകില്ല. പക്ഷേ ചെറിയ കാര്യം പോലും നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണോ എന്ന് ഈ 3 ദിവസം കൊണ്ട് നമുക്ക് കാണിച്ചു തരുവാണ്. അല്ല, ഒരു ഭരണാധികാരി അതിനെ പറഞ്ഞ കറക്റ്റാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണാധികാരി എങ്ങനെയാവണം എന്ന് പറഞ്ഞാൽ ജനം ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കണം. അതാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത്. കാരണം പൊതുജന അഭിപ്രായം കൂടെ കണക്കിൽ ശക്തമായപ്പോഴാണ് VD സതീശൻ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി ആക്കേണ്ടി വന്നതെന്ന് തന്നെ പറയാം. കോൺഗ്രസിന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപനം വന്നു 3000 രൂപ ആശമാർക്ക് ഓണറേറിയത്തിൽ വേതനത്തിൽ വർധനവ് വരുത്തുന്നു. നമ്മൾ ചിലപ്പോൾ ഒരു 3000 രൂപയല്ലേ കൂട്ടിയുള്ളൂ എന്ന് നമ്മൾ പറയാം. കാരണം ഒരു 100 രൂപയെങ്കിലും കൂട്ടിത്തരാൻ വേണ്ടി 266 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലും കൊണ്ട് മുടി മുറിച്ചു വരെ സമരം ചെയ്ത ആശമാർക്കാണ് 3000 രൂപ കൂട്ടിക്കൊടുത്തത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നതാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിങ്ങളുടെ കാര്യം പരിഗണിക്കുമെന്ന്. അവർക്ക് വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള ആവശ്യങ്ങളുണ്ട്, അതും പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു തീരുമാനം,
ആ ഒരു തീരുമാനത്തിന്റെ തുടക്കം തുടർ ദിവസങ്ങളിലും ഉണ്ടായി. കാരണം ആ തൊട്ടടുത്ത മന്ത്രിസഭാ യോഗത്തിൽ എന്താണ് ഉണ്ടായത്? കെ റെയിൽ എന്ന് പറഞ്ഞ് കേരളത്തിലെ അങ്ങോട്ട് കാസർഗോഡ് മുതൽ ഇങ്ങേറ്റം വരെ മൊത്തം വസ്തു ഏറ്റെടുത്ത് മഞ്ഞക്കുറ്റി ഇട്ടിട്ട് പോയി അവരുടെ സർവേ നമ്പറും ബ്ലോക്ക് ചെയ്ത് അതൊന്നും ഒരു ക്രയവിക്രയം നടത്താനോ ലോൺ എടുക്കാനോ ഒന്നും കഴിയാത്ത 10,000 ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. ആ കെ റെയിലിന്റെ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദ് ചെയ്തു. അതൊരു വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. നമ്മൾ കണ്ടതാണ്, കേരളം മുഴുവൻ അതിന്റെ ആഘോഷം നടക്കുന്നു. കെ റെയിൽ സമരസമിതി പ്രവർത്തകരെല്ലാം സതീശനെ മുഖ്യമന്ത്രിയെ വളരെ ഭംഗിയായി നല്ല ഭാഷയിൽ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പൊ 2 തീരുമാനങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഭരണമുണ്ടെന്നും ഇവിടെ ഒരു ഭരണാധികാരി ഉണ്ടെന്നും ഇതാണ് ഞങ്ങളുടെ ലൈൻ എന്നും വളരെ കൃത്യമായ ഒരു സന്ദേശമാണ് സതീശൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ സിനിമകളുടെ വിളിക്കുന്ന കാര്യം കൂടി ആയപ്പോൾ ഓരോ ചെറിയ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ എത്തുന്നുണ്ട്, മുഖ്യമന്ത്രി ജനങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു സന്ദേശം കൊടുക്കാൻ സതീശനായിട്ടുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോകണം, ഈ രീതിയിലാണ് ഒരു ഭരണം വേണ്ടത്. കാരണം 10 വർഷത്തെ ഒരു ഭരണം അതിൽ മൂലമുണ്ടായ ബുദ്ധിമുട്ടുകളും ജനങ്ങൾ സഹിച്ചു മടുത്തത് കൊണ്ടാണ് 103 സീറ്റ് കൊടുത്ത് കോൺഗ്രസിനെ UDF അധികാരത്തിലേറ്റത്. ആ സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷകൾ എത്രത്തോളം നടപ്പിലാക്കും എന്നതനുസരിച്ചായിരിക്കും ജനങ്ങൾ ഈ കോൺഗ്രസിനെ നെഞ്ചോട് ചേർക്കണോ അതോ CPM ചവിട്ടി പുറത്താക്കിയതുപോലെ ചവിട്ടി പുറത്താക്കണോ എന്ന് ചിന്തിക്കുക. കടക്ക് പുറത്തുനിന്ന് കേട്ടിരുന്നിടത്തു നിന്നാണ് ഈ ചെറിയ കാര്യം പോലും വലിയ സന്തോഷം വരുന്നത്. സിനിമകളുടെ ആയാലും മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന തെളിവ് കൂടിയാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത്. അല്ല, നമ്മൾ കുറച്ചു നാൾ മുമ്പ് വരെ എന്താ കണ്ടിരുന്നത്? എല്ലാത്തിനെയും ഒരു ധാർഷ്ട്യത്തോടെ സമീപിക്കുന്ന സർക്കാർ. ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്യൂ. നിങ്ങൾ 266 ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ ഇരുന്നാൽ ഞങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്ന ആശാമാരോട് ധാർഷ്ട്യത്തോടെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഉണ്ടായിരുന്നിടത്തുനിന്നാണ് ഈ ചെറിയ ചെറിയ ഇടപെടലുകൾ പോലും ഈ സതീശൻ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതൊരു മാറ്റമാണ്. കാരണം നമ്മൾക്ക് അത്രത്തോളം ധാർഷ്ട്യം സഹിച്ചു, അത്രത്തോളം അഹങ്കാരം സഹിച്ചു. കാരണം അതെല്ലാം സഹിച്ചിട്ടാണ് ജനങ്ങൾ അത്രയും മാത്രം വെറുത്തത് കൊണ്ടാണ് ഇത്രയും വലിയ ജനവിധി. നമ്മൾ ഓരോ കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തെ MLA-മാരുടെ ഭൂരിപക്ഷം നോക്കുക. 50,000, 84,000, 34,000. പയ്യന്നൂർ പോലത്തെ ഒരു കോട്ടയ സ്ഥലത്ത് CPM വിട്ടുവന്ന കുഞ്ഞികൃഷ്ണൻ ജയിക്കുന്നു, തളിപ്പറമ്പിൽ ജയിക്കുന്നു, അമ്പലപ്പുഴയിൽ ജയിക്കുന്നു. ഇത് തന്നെയാണ്. അപ്പൊ ജനം അത്രത്തോളം വെറുത്തത് കൊണ്ടാണ് അവരെ ചവിട്ടി പുറത്താക്കിയത്, അവരുടെ അടുത്ത് കടക്ക് പുറത്തെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ചെറിയ ഇടപെടൽ മതി. ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകളുമായി മുന്നോട്ട് പോയാൽ ജനം ചേർത്ത് നിർത്തും. ഇതുപോലെ ഇനി തുടർ ഭരണം ഈ 5 വർഷവും ഭരിച്ചാൽ CPM-ന് പിന്നെ ഇങ്ങോട്ടൊരു നോക്കിയേ വേണ്ട. അല്ല, കാരണം ജനത്തിന്റെ മനസ്സിലുണ്ടല്ലോ എന്താണ് കഴിഞ്ഞ 10 വർഷം ഇവിടെ എന്തായിരുന്നു എന്നുള്ളത് ജനത്തിന്റെ മനസ്സിലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കെ റെയിലിനെതിരെ സമരം ചെയ്യുന്നവരുടെ നെഞ്ചത്ത് മഞ്ഞക്കുറ്റി വയ്ക്കും എന്നുള്ള പറയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. കാരണം സ്ത്രീകളെ, കുട്ടികളെ അടക്കം തെരുവിൽ വലിച്ചഴിച്ചു. കാരണം എന്താണ്? CPM നേതൃത്വം നൽകുന്ന പിണറായി സർക്കാർ കെ റെയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. ബാക്കി ജനം അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ മാറ്റം വളരെ ഇത്രയും രൂക്ഷമായി CPM-നെ ഒരു രാജ്യസഭാ അംഗത്തെ പോലും ജയിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിന്റെ ഭാഗത്ത്, ഈ മന്ത്രിസഭയുടെ VD സതീശൻ മന്ത്രിസഭയുടെ ഭാഗത്ത് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എത്രത്തോളം ഇടപെടലുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിലിരിക്കും ഈ കോൺഗ്രസിന്റെ ഭാവി.